ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ശ്രീലകം. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ബീട്രൂട്ട് തോരൻ. ബീട്രൂട്ട് കൊണ്ട് തോരൻ നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ബീട്രൂട്ട് തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയും കൂടെ ഒക്കെ അരിഞ്ഞെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ തേങ്ങയുടെ ചെറിയ ഉള്ളി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഞാൻ ബീട്രൂട്ട് തോരൻ അരിയുന്നതിന് പകരം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തേക്കുകയാണ് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. കൂടുതലുണ്ടെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഇട്ട് വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. അതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലോ ബീട്രൂട്ടിലോ വെള്ളമയൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് മിക്സിയുടെ ജാറിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ സവാള എടുക്കുന്നുണ്ടെങ്കിൽ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിത് തേങ്ങ ചേർത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഇവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറ് മാറാതിരിക്കാനാണ് ഞാൻ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഞാനിവിടെ ബീട്രൂട്ടിൽ തേങ്ങ ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒന്ന് യോജിക്കാനായിട്ട് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ടിൽ തേങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം തേങ്ങയും ബീട്രൂട്ടും കൂടെ ഒന്ന് യോജിക്കുന്നതിനുള്ള ഞാനിവിടെ സ്വല്പം വെള്ളം തളിക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
ഈ തോരൻ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ.